ലോകത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു ടൈം ബോംബിന് മുകളിലാണ് എന്ന് പറയണം. ഇത് കേവലം അതിർത്തികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് 2026 പുതിയൊരു ലോകക്രമം ആര് എഴുതി ചേർക്കും എന്നതിന്റെ ബലപരീക്ഷണമാണ്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവചനാതീതമായ ട്രംപ് കാർഡുകൾ, മറുവശത്ത് ഇറാനിലെ ആഭ്യന്തര വിള്ളലുകൾ. ഈ പുകമറയ്ക്കുള്ളിൽ എണ്ണ വിപണി മുതൽ നിങ്ങളുടെ ഫോണിലെ ക്രിപ്റ്റോ ആപ്പുകൾ വരെ ആടിയുലയുകയാണ്. ഗൾഫ് നാടുകളിൽ വീശുന്ന ഈ ചൂടൻ കാറ്റിന്റെ വേഗതയും ആഘാതവും നമുക്കൊന്ന് പരിശോധിക്കാം. കേവലം ഒരു യുദ്ധഭീഷണിക്കപ്പുറം സാമ്പത്തികവും നയതന്ത്രപരവുമായ വൻ ശക്തികളുടെ കരുനീക്കങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരന്റെ പോക്കറ്റിനെ പോലും ബാധിക്കുന്നതെന്ന് ഈ ഒരു സാഹചര്യം വ്യക്തമാക്കുകയാണ്. സമാധാനത്തിനായുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് സൈനികമായ പിടിമുറുക്കലുകളും സൈബർ ചതിക്കുഴികളും വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായ അന്തരീക്ഷമാണ് പടുത്തുയർത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ച. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ നടത്താനിരുന്ന സൈനിക ആക്രമണം അദ്ദേഹം താൽക്കാലികമായി നീട്ടിവെച്ചിരിക്കുന്നു. അതും പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം എന്നതായിരുന്നു ട്രംപിന്റെ ആ സന്ദേശം. ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഇതുതന്നെയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും വ്യക്തിപരമായി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ തീരുമാനമെന്നാണ് ട്രംപ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇറാന് നിലവിൽ വലിയ ആഘാതങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നും ഒരു കൃത്യമായ ഡീലിലെത്താൻ അവർക്ക് കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ട്രംപിന്റെ പതിവ് തന്ത്രപരമായ നീക്കങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഉപരോധങ്ങളിലൂടെയും സൈനിക സമ്മർദ്ദത്തിലൂടെയും ഇറാനെ പൂർണ്ണമായും തളർത്തുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്രംപ് വെടിനിർത്തൽ നീട്ടിയെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധങ്ങൾ ഒന്നും പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനെയാണ് ഇറാൻ പച്ചയായ തട്ടിപ്പ് എന്ന് വിളിക്കുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഗാലിബാഫിന്റെ ഉപദേശകൻ മെഹദി മൊഹമ്മദി ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒരു വശത്ത് ഞങ്ങളുടെ കഴുത്തിന് പിടിച്ചു ഞെരിക്കുകയും മറുവശത്ത് ശ്വാസം വിടാൻ സമയം തരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. ഇങ്ങനെയാണ് സ്പീക്കർ പറഞ്ഞത്. കടൽ മാർഗമുള്ള ഉപരോധം തുടരുകയും അത് യുദ്ധമല്ലെന്ന് വാദിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. വെടിനിർത്തൽ എന്ന പേരിൽ സമയം നീട്ടി നൽകുന്നത് ഇറാനെ അപ്രതീക്ഷിതമായി ആക്രമിക്കാനുള്ള അമേരിക്കയുടെ സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതിനെതിരെ സൈനികമായി തന്നെ തിരിച്ചടി നൽകുമെന്ന് കടുത്ത നിലപാടിലാണ് ഇറാനിലെ സൈനിക നേതൃത്വം. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സൈന്യവും ഇറാൻ സൈന്യവും മുഖാമുഖം നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു അധികാരമാറ്റം നടക്കുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കേവലം ഒരു പാവമായി മാറിയെന്നും ഭരണകൂടത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഏറ്റെടുത്തു എന്നുമാണ് റിപ്പോർട്ടുകൾ. സാധാരണഗതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ലഭിക്കേണ്ട അധികാരങ്ങൾ പോലും ഇപ്പോൾ സൈനിക നേതൃത്വത്തിന്റെ കയ്യിലാണ്. പുതിയ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റിന്റെ നീക്കം IRGC തടഞ്ഞത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഹുസൈൻ ഖാൻ ഉൾപ്പെടെയുള്ള മിതവാദികളായ നേതാക്കളെ മാറ്റി നിർത്തി തങ്ങളുടെ വിശ്വസ്തരെ പ്രധാന പദവികളിൽ അവരോധിക്കാനാണ് സൈനിക മേധാവി അഹമ്മദ് വഹീദിയുടെ ശ്രമം. ഈ ആഭ്യന്തര ഭിന്നത ഇറാന്റെ വിദേശ നയങ്ങളെയും പ്രതിരോധ തന്ത്രങ്ങളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തും ഈ തർക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള എണ്ണ വ്യാപാരത്തെ ബാധിക്കുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ടെങ്കിലും എണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ വില വർദ്ധിപ്പിക്കേണ്ടതായിരുന്നുവെങ്കിലും ആഗോളതലത്തിൽ എണ്ണയുടെ ആവശ്യം കുറഞ്ഞതും അമേരിക്കൻ വിപണിയിലെ മാറ്റങ്ങളും വില താഴേക്ക് വരാൻ കാരണമായി. അതേസമയം സ്വർണ്ണവിലയിലും ഓഹരി വിപണിയിലും ഉണർവ് പ്രകടമാണ്. അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിക്ഷേപകൻ സുരക്ഷിത താവളമായി സ്വർണത്തെ കാണുന്നതുമാണ് ഇതിന് കാരണം. ശരിക്കും ഓഹരി വിപണിയിലാകട്ടെ യുദ്ധഭീതി ഒഴിഞ്ഞെന്ന പ്രതീക്ഷയിൽ വൻതോതിലുള്ള നിക്ഷേപം നടക്കുന്നുണ്ട്. വിപണിയുടെ ഈ വിചിത്രമായ പ്രതികരണം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാകാം. ഇനി യുദ്ധം തകർത്ത വ്യാപാര പാതകളിൽ ഇപ്പോൾ പുതിയ തരം തട്ടിപ്പുകൾ തലപൊക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ വഴിയൊരുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ക്രിപ്റ്റോ കറൻസി തട്ടിയെടുക്കുന്ന സംഘങ്ങൾ സജീവമായിരിക്കുന്നു. പല പ്രമുഖ കപ്പൽ കമ്പനികളും ഈ ചതിക്കുഴിയിൽ വീണതായി ഗ്രീക്ക് മാരിടൈം റിസ്ക് മാനേജ്മെന്റ് സ്ഥാപനമായ മാരിസ്കസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കപ്പലുകൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാമെന്ന് ഉറപ്പ് നൽകി വലിയ തുകകൾ കൈപ്പറ്റിയ ശേഷം ഈ ഏജന്റുകൾ അപ്രത്യക്ഷരാവുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ നിയമ സംവിധാനങ്ങൾ ദുർബലമാകുന്ന അവസരം മുതലെടുത്താണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്നത്. ഇത് അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാൻ അമേരിക്ക തർക്കത്തിൽ പാകിസ്ഥാൻ വഹിക്കുന്ന ഇടനിലക്കാരന്റെ റോള് അതീവ കൗതുകരമാണ്. ശരിക്കും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഈ പാകിസ്ഥാന് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം അയൽരാജ്യമായ
ഇറാനുമായി സുഗമമായ ബന്ധം പുലർത്താനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണോ അതോ സമാധാന ശ്രമങ്ങൾക്കാണോ പാകിസ്ഥാൻ മുൻതൂക്കം നൽകുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഷെഹബാസ് ഷെരീഫിന്റെ പ്രതികരണം അമേരിക്കൻ ചേരിയോടുള്ള പാകിസ്ഥാന്റെ ആഭിമുഖ്യം വ്യക്തമാക്കുന്നു. ഇത് ഇറാന് പാകിസ്ഥാനോടുള്ള വിശ്വാസത്തിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ അധികാര വടംവലികൾ കേവലം അതിർത്തി തർക്കങ്ങൾ മാത്രമല്ല, മറിച്ച് വൻ ശക്തികളുടെ ആധിപത്യത്തിനായിട്ടുള്ള പോരാട്ടമാണ്. ഇറാന്റെ ഉള്ളിലെ സൈനികാധിപത്യവും അതുപോലെ പുറത്തെ നയതന്ത്ര സമ്മർദ്ദങ്ങളും ആ രാജ്യത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. പെസഷ്കിയാൻ എന്ന പ്രസിഡന്റിന് സൈന്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നത് ഇറാനിൽ ഒരു വലിയ ആഭ്യന്തര വിപ്ലവത്തിനോ അല്ലെങ്കിൽ സമ്പൂർണ്ണ സൈനിക ഭരണത്തിനോ വഴിവെച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം ജാഗ്രതയോടെ വീക്ഷിക്കുന്ന ഈ നീക്കങ്ങൾ ആഗോള സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിലെ ചർച്ചാ വിഷയമാകും. എണ്ണവിലയിലെ ഇടിവും വിപണിയുടെ കുതിപ്പും താൽക്കാലികമാണോ അതോ സുസ്ഥിരമായ മാറ്റമാണോ എന്ന് ഉറപ്പിച്ചു പറയാനും കഴിയില്ല. എന്തായാലും പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ പുതിയ ചാണക്യ തന്ത്രങ്ങൾ ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കുമോ അതോ അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുമോ എന്ന് കണ്ടറിയണം. ഇറാന്റെ ഉള്ളിലെ അധികാര തർക്കം ആ രാജ്യത്തെ ഒരു തകർച്ചയിലേക്കാണോ നയിക്കുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ്. എന്തായാലും വരും ദിവസങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമായിരിക്കും. വിപണികളിലെ മാറ്റങ്ങളും നയതന്ത്ര നീക്കങ്ങളും നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.